ഹായ് മക്കളെ, വെൽക്കം ടു ക്രിസാലിസ് ലേണിംഗ് ആപ്പ്. നമ്മുടെ ഇന്ന് ചാപ്റ്ററിൻ്റെ അടുത്തൊരു സെഷനിലോട്ട് എൻ്റർ ചെയ്യാൻ പോവാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ നമ്മുടെ ഹൈറ്റും ഡെപ്തുമായിട്ടുള്ള ആ ജിയുടെ വേരിയേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതേപോലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, രണ്ട് ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചോളാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ യു. ഫസ്റ്റ് പോയിന്റ് ക്യാപിറ്റൽ യു ആയിട്ട് ഡിനോട്ട് ചെയ്യുക, കാരണം പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ അത്. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് പോയിന്റ് പി? ശ്രദ്ധിച്ചോളൂ മക്കളെ, നമുക്കൊരു സ്റ്റോറി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ എർത്താണ് ഈ കാണുന്ന സാധനം. സോറി, ഈ സാധനം എർത്ത് അത്ര ഇതാവണം, നമുക്ക് സർക്കുലർ ഷേപ്പ് വർക്ക്. ഓക്കെ, അങ്ങ് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഇൻഫിനിറ്റ്. ഈ ഒരു ഒബ്ജക്റ്റും എർത്തും തമ്മിൽ ഒബ്വിയസ്ലി അട്രാക്റ്റീവ് ഫോഴ്സ് ഓൾറെഡി ഉണ്ട്. പക്ഷേ നമ്മുടെ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങനെ നീക്കി കൊണ്ടുവരികയാണ് അറ്റ് എ പോയിന്റ് പിയിലേക്ക് കൊണ്ടുവരിക. അപ്പം ഞാൻ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ, ആ ഒബ്ജക്റ്റിന്റെ മാസ് ഞാൻ ഇവിടെ കാണിക്കാം. മാസ് സ്മോൾ ലെറ്റർ എം അല്ലെങ്കിൽ M0, ഒരു ടെസ്റ്റ് മാസ് ആയിട്ട് നമ്മൾ അതിനെ വിളിക്കുക കേട്ടോ. ഇൻഫിനിറ്റിയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക്, എർത്തിന്റെ ഗ്രാവിറ്റി ഒക്കെ ഉണ്ടാവുന്ന ഒരു പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെ ഒരു വർക്ക് ചെയ്യണ്ടേ? ആലോചിച്ചൊക്കെ മക്കൾ, ഞാൻ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. അതാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഡൺ ആണ്. ശ്രദ്ധിക്കുക, വർക്ക് ഡൺ ആണ്. എവിടുന്ന് എങ്ങോട്ട്? ഒരു മാസിനെ ഫ്രം ഇൻഫിനിറ്റി ടു ദ ഗീവൺ പോയിന്റ്. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് എനി ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരേ സ്പീഡിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ കൊണ്ടുവരണം. ആ ചെയ്യുന്ന വർക്കാണ് ഇവിടെ എന്തായിട്ട് മാറുക? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. സോ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു, നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്, ഇൻ്റഗ്രേഷൻ. നമ്മൾ ഇൻഫിനിറ്റി മുതൽ ആ ഡിസ്റ്റൻസ്, ഏതാണോ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് R വരെ Gm സ്മോൾ m0 ബൈ r² ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് Gm സ്മോൾ m, ഏത് മാസ് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ മാസ് ബൈ r. ഇവിടെ നമ്മൾ സ്മോൾ m അല്ല m0 ആണ് എന്ന് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ m0 യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, സ്മോൾ ഏത് മാസ് ആണോ ആ മാസ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ബേസിക്കലി പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ആലോചിച്ചൊക്കെ മക്കളെ, ഈ ഡിസ്റ്റൻസ് r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയണ്ടേ? r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയണം. ഓക്കെ, അപ്പൊ ഈ നെഗറ്റീവ് സൈൻ കാണിക്കണം. എന്താ അറിയോ? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാനുള്ള കാരണം, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യാണ് ബേസിക്കലി. പക്ഷേ ഓൾറെഡി അട്രാക്ഷൻ, ഇവർക്കിടയിൽ എന്തായാലും ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള അട്രാക്ഷൻ്റെ ഫോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ്. സോ ആ അട്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് വന്നിട്ടുണ്ടാവുക കേട്ടോ. ബാക്കി Gmm/r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, r ഡിസ്റ്റൻസ് ആണ്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, r കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താവും? കുറയും. ആലോചിച്ച് നോക്കണേ, ഇഫ് r ഇൻക്രീസസ് പൊട്ടൻഷ്യൽ എനർജി കുറയും. അങ്ങനെയാണെങ്കിൽ when r become ഇൻഫിനിറ്റി, r ഭയങ്കരമായിട്ട് കൂടി ഇൻഫിനിറ്റി വരെ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് കുറയണം. പക്ഷെ എവിടെ എത്തിയിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ചോദ്യം വരും മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റാ, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റാ. എപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് കിട്ടുക? എപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ 0? ഈ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ആണെന്ത്? 0. പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Okay. If the gravitational force varied as r raised to 3/2 instead of r raised to -2, gravitational force ആണ് കേട്ടോ. ഓക്കെ, the potential energy of a particle at a distance r from the center of earth would be proportional to. എടാ proportional to എന്താണ് വരിക? അവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. മൈനസ് ഓഫ് ഇൻഫിനിറ്റി മുതൽ r വരെ Gm സ്മോൾ m ബൈ r² നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ r² മേലോട്ട് കിടുക. അപ്പം എന്താ കിട്ടുക?
മൈനസ് ഓഫ് ഇൻഫിനിറ്റി മുതൽ ആർ വരെ ജി എം എം ആർ സ്ക്വയർ. ഇതെല്ലാം കോൺസ്റ്റൻറ്റുകളാണ്, പുറത്തേക്ക് ഇടുക, ശ്രദ്ധിച്ചോളണേ. അപ്പോൾ മൈനസ് ജി എം സ്മോൾ എം ഉണ്ടാവും. ബാക്കി ഇവിടെ ഇൻ്റഗ്രേഷൻ ഓഫ് ഇൻഫിനിറ്റി മുതൽ ആർ വരെ ആർ റേസ് ടു മൈനസ് ടു, സോറി സ്ക്വയർ അല്ല മൈനസ് ടു, ആർ റേസ് ടു മൈനസ് ടു എന്ന് വരും. ഇതാണ് ബേസിക്കലി നമ്മുടെ ഓൾറെഡി അറിയുന്ന ഇക്വേഷൻ, നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ചോദ്യം പറയണമെന്ന് അറിയോ, ഈ ആർ റേസ് ടു മൈനസ് ടുവിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുക. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആർ റേസ് ടു 3/2 ആണെങ്കിൽ മൈനസ് 3/2, ഈ ആർ റേസ് ടു മൈനസ് ടുവിന് പകരം ആർ റേസ് ടു മൈനസ് 3/2 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദ്യം. ഈ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരുന്നു? ആർ റേസ് ടു മൈനസ് ടുന് പ്രൊപ്പോർഷണൽ ആയിരുന്നു. ഓക്കെ, ഫോഴ്സ് അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ആർ റേസ് ടു മൈനസ് ടുവിന് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം സ്മോൾ എം അവിടെ കിടക്കട്ടെ, ഇൻഫിനിറ്റി മുതൽ ആർ വരെ ആർ റേസ് ടു മൈനസ് ടുവിന് പകരം ആർ റേസ് ടു മൈനസ് 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ മൈനസ് ജി എം അവിടെ കിടക്കട്ടെ ഇൻറ്റു ആർ റേസ് ടു എൻ, എക്സ് റേസ് ടു എന്നിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു n+1/n+1 ആണ്. നമ്മുടെ എഴുതി വെക്കാം. എക്സ് റേസ് ടു എന്നിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു n+1/n+1 ആണ്, ബൈ n+1 ആണ്. അപ്പോൾ അതേപോലെ ആർ റേസ് ടു മൈനസ് 3/2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർ റേസ് ടു n+1, ഓക്കെ, n+1 ബൈ n+1 മൈനസ് 3/2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം അവിടെ കിടക്കട്ടെ ഇൻറ്റു എന്താ മക്കളെ ആർ റേസ് ടു n+1 അഥവാ മൈനസ് 3/2 + 1 എന്താ വരിക? എടാ മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ മൈനസ് 1.5 പ്ലസ് 1 അപ്പോൾ മൈനസ് 0.5 അല്ലേ ബാക്കി ആൻസർ ഉണ്ടാവുക. ഓക്കെ, സോ മൈനസ് 0.5 ഞാനവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആർ റേസ് ടു മൈനസ് 0.5 ദാറ്റ് മീൻസ് 1/2. മൈനസ് 3/2 + 1 എന്താണ്? 1/2 ആണ്. മൈനസ് 3/2 + 1 എന്താണ്? മൈനസ് 1/2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ മൈനസ് 3/2 + 1/2 മൈനസ് 1/2. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ ഈ കാണുന്ന പൊട്ടൻഷ്യൽ എനർജി ആറിന് ആയിട്ട് ഡിപ്പെൻഡിങ് ആണ്. പക്ഷെ ഏതാണ് അവിടെ വന്ന പവർ നോക്കുക, ആർ റേസ് ടു മൈനസ് 1/2 ആയിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ചോദ്യം ഇതായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി വുഡ് ബി പ്രൊപ്പോർഷണൽ ടു എന്നാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വുഡ് ബി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു മൈനസ് 1/2 ആയിരിക്കും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക, മൈനസ് 1/2. സോ ആർ റേസ് ടു മൈനസ് 1/2 ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി ചോദ്യമായിരുന്നു കേട്ടോ. ഓക്കെ, ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്ത് ലെവലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് മക്കളെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് മാസ് സ്ലോലി ഫ്രം ഇൻഫിനിറ്റി. അടാ മക്കളെ, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത സ്റ്റോറി ഓർമ്മല്ലേ? ഒരു മാസിനെ ഇൻഫിനിറ്റി മുതൽ ഒരു പോയിന്റ് വരെ കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. അതാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. സെയിം ഡെഫിനിഷനാണ്, പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന മാസ് എന്തായിരിക്കും? 1 കിലോഗ്രാമിൻ്റെ മാസ് ആയിരിക്കും. കൊണ്ടുവരുന്ന മാസ് 1 കിലോഗ്രാം ആണെങ്കിൽ വായിച്ചു നോക്കുക, it is the work done in bringing a unit mass. എന്താ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഉള്ള മാസാണ് യൂണിറ്റ് മാസ്. ഫ്രം ഇൻഫിനിറ്റി ടു എ സർട്ടൻ പോയിന്റ് വിത്തൗട്ട് ആക്സിലറേഷൻ. ഇതാണ് എന്ത് വരിക? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ വി. അപ്പോൾ ഇക്വേഷൻ പഠിക്കാൻ സിമ്പിൾ ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, മൈനസ് ജി എം സ്മോൾ എം ബൈ ആർ ആണ്. പക്ഷെ പൊട്ടൻഷ്യൽ എടുക്കുന്ന സമയത്ത് 1 കിലോഗ്രാം ആക്കിയാൽ മതി. സോ മൈനസ് ജി എം ബൈ ആർ അത്രയും മതി. സ്മോൾ എം എന്തായി? 1 കിലോഗ്രാം ആയിട്ട് മാറി കേട്ടോ. സ്മോൾ എം എന്തായി? 1 കിലോഗ്രാം കൊടുത്താൽ മതി. ഇത്രയുള്ള പരിപാടി. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ വരിക? ഇതിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ പഠിച്ചു വെക്കുക. ജൂൾ പെർ കിലോഗ്രാം ആണ്. ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇതിന് ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ക്യാപിറ്റൽ വി ഈക്വൽ ടു എം ഇല്ല, L² ആണ്, T⁻⁻² ആണ്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കാം. ഇൻഫിനിറ്റ് പാർട്ടിക്കിൾസ് ഈച്ച് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആർ പ്ലേസ്ഡ്, മാസ് എം ആണ്, ആർ പ്ലേസ്ഡ് അറ്റ് പൊസിഷൻ x ഈക്വൽ ടു 1 മീറ്റർ 2 മീറ്റർ 4 മീറ്റർ അങ്ങനെ പോകുന്നു. ഫൈൻഡ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ. എടാ ആദ്യം 1 മീറ്റർ ആണ്,
പിന്നെ 2 മീറ്റർ ആണ്, പിന്നെ അതിന് ഡബിൾ ആയി വരുന്നു 4 മീറ്റർ, അതിന് ഡബിൾ ആവും, അപ്പോൾ 8 മീറ്റർ, പിന്നെ ഡബിൾ 16 മീറ്റർ, അങ്ങനെയാണ് ഇത് പോണത് കേട്ടോ. അപ്പോൾ എത്രയാണ് ഈ ഒറിജിനിൽ ഫീൽ ചെയ്യുന്ന പൊട്ടൻഷ്യൽ? കാരണം ഈ ഒറിജിനിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു മാസ് ഇവിടേക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, പ്ലസ് ഈ ഒരു മാസം ഇവിടേക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, പ്ലസ് ഈ ഒരു മാസം ഇവിടേക്ക് എന്തുണ്ടാക്കും, പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അങ്ങനെ ഓരോ മാസുകൾ ഇങ്ങനെ ഉണ്ടാക്കും, ഇൻഫിനിറ്റി മുതൽ പോകും. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ വരിക? പൊട്ടൻഷ്യൽ ആണ് ബേസിക് ഇക്വേഷൻ ആണ് -gm/r. സോ -gm/r ബേസിക് ഇക്വേഷൻ. അപ്പോൾ ഒരുപാട് മാസ് ഉണ്ട്, എല്ലാവരുടെയും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ -gm/1 ആണ്, പ്ലസ് സെക്കൻഡത്തത് -gm/ഡിസ്റ്റൻസ് 2 ആണ്, പ്ലസ് തേർഡ് വൺ -gm/ഡിസ്റ്റൻസ് 4 ആണ്, പ്ലസ് എക്സെട്ര. മക്കളെ ആദ്യം ഈ മാസം ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ഉള്ളൂ, രണ്ടാമത്തെ മാസം ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് 2 മീറ്റർ, അത് ഇവിടെ കൊടുത്തു. മൂന്നാമത്തെ മാസം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 4 മീറ്റർ, അതും ഇവിടെയും കൊടുത്തു. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടുന്ന് -gm എല്ലായിടത്തും കോമൺ ആണ്, അത് പുറത്തേക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -gm ഇൻറ്റു ഇവിടെ ബാക്കി 1 ഉണ്ടാവും, ഇവിടെ ബാക്കി 1/2 ഉണ്ടാവും, ഇവിടെ ബാക്കി 1/4 ഉണ്ടാവും, എക്സെട്ര അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യണം. അവിടെ പ്രോപ്പർട്ടി ഇതാണ്. ഇത് ഏത് സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. 1, 1/2, 1/4, 1/8 അങ്ങനെ പോകും. ഇത് ബേസിക്കലി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, ഇത് GP ആണ്. ഓക്കെ, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതിൻ്റെ കോമൺ മൾട്ടിപ്പിളിൻ്റെ ആ ഒരു ഡിഫറൻസ് വരെ 1/2. കാരണം 1നെ ഇൻറ്റു 1/2 ചെയ്യുമ്പോഴാണ് 1/2 കിട്ടുക. ആ 1/2നെ ഇൻറ്റു 1/2 ചെയ്യുമ്പോഴാണ് 1/4 കിട്ടുക. സോ ബേസിക്കലി ഇവിടെ കോമൺ റേഷ്യോ വരുന്നത് 1/2 ആണ്. ഫസ്റ്റ് ടേം വരുന്നത് A = 1 ആണ്. അപ്പോൾ സം ഫോർ ഇൻഫിനിറ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ ആണ് A/1 - r. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ 1 ആണ്, ബൈ 1 - r വാല്യൂ 1/2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/1/2. ദാറ്റ് മീൻസ് സം ഓഫ് ഇൻഫിനിറ്റി ബേസിക്കലി 2 ആണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സമ്മ് വരിക 2 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടും -gm. ഇത് കംപ്ലീറ്റ് 2 ആണ് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. സോ 2gm ആണ് ആൻസർ വരിക കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്നല്ല, അടിപൊളി ചോദ്യമാണ്. പക്ക എൻട്രൻസ് വൈബ് ചോദ്യം കേട്ടോ. പക്ക എൻട്രൻസ് വൈബ് ചോദ്യം. ഓക്കെ, മുന്നോട്ട് പോവാം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ എർത്തിന് ചുറ്റും ഒരു ഗ്രാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഫീൽഡ് ഉണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ടേമാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ബൈ മാസ് ആണ്. ഗ്രാവിറ്റി ഫോഴ്സ് ബൈ മാസ്. m0 എന്ന് കൊടുക്കണമെന്നില്ല, മാസ്. അത് നിങ്ങൾ പണ്ട് ഈ +2 ഫിസിക്സ് തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ചാർജ്. അതേപോലെ ഗ്രാവിറ്റിയുടെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ബൈ ഗ്രാവിറ്റിയുടെ മാസ്. ഇത്രയുള്ള പരിപാടി കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ യൂണിറ്റുകളൊക്കെ പഠിച്ചു വെക്കാം. SI യൂണിറ്റ്. SI യൂണിറ്റ് വരുന്നത്, ഗ്രാവിറ്റി SI യൂണിറ്റ് വരുന്നത് Newton/kg ആണ്. ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്? ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ ഇതൊക്കെ പഠിക്കട്ടോ. ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടുണ്ടാവുമെന്നറിയോ? ഓൾവേസ് ടുവാർഡ്സ് സെൻറ്റർ ഓഫ് മാസ്. മാസ്, സെൻറ്റർ ഓഫ് മാസ്. മാസിൻ്റെ സെൻറ്ററിലേക്കാണ് എപ്പോഴും ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡ്യൂ ടു ഹോളോസ്ഫിയർ. ശ്രദ്ധിച്ചോ, നമുക്കിതിനും ഇതിൻ്റെ ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഗ്രാവിറ്റേഷൻ ഫീൽഡ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിനൊരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിക്കണം. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിക്കണം. Gm/r². m എർത്തിൻ്റെ മാസ്, g എർത്ത് ആയിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, r ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. r ബേസിക്കലി എർത്തിൻ്റെ റേഡിയസ് എടുക്കാം, അല്ലെങ്കിൽ എർത്തിൻ്റെ സെൻറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഇവിടെ കാണിക്കുക ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണിക്കുക, ഇവിടെ ഡിസ്റ്റൻസ് കാണിച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ആയതുകൊണ്ട് ഗ്രാഫ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് താഴേക്കാണ് കാണിക്കേണ്ടി വരിക കേട്ടോ.
താഴേക്ക് കാണിക്കും. ഓക്കെ, താഴേക്ക് കാണിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് കൂടി പറയാൻ പറ്റുന്നു. എന്താണ് ആ പോയിന്റ്? അറ്റ് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ആറ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ടോട്ടലി 1/∞ 0 ആയിട്ട് മാറും. സോ ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന ഫീൽഡ് 0 ആയിട്ട് മാറും കേട്ടോ. ഉണ്ടാക്കുന്ന ഫീൽഡ് 0 ആയിട്ട് മാറും. ഇനി ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡ്യൂ ടു ഹോളോസ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെല്ല്, ഉള്ളിൽ ഒന്നുമില്ല എന്നർത്ഥം. പൊള്ളയായിട്ടുള്ള ഒരു ഷേപ്പാണ് ഹോളോ. ഉള്ളിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ, സർഫസ് മാത്രം ഉണ്ടാവും, ഉള്ളിൽ ഫുള്ള് എം ടി ആണ്. സോ ആ സ്ഫിയർ വരച്ചു. സ്ഫിയറിന്റെ റേഡിയസ് ഞാൻ മാർക്ക് ചെയ്തു ക്യാപിറ്റൽ R. ഇവരുടെ ഇലക്ട്രിക് ഫീൽഡ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അറ്റ് സെന്റർ. ഇതിന്റെ ഈ സെന്ററിലൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ മടിച്ചു വെക്കുക, അത് 0 ആയിരിക്കും. സോറി, സെന്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരിക 0, കാരണം സെന്റർ എടുക്കുന്ന സമയത്ത് ഡിസ്റ്റൻസ് 6 ഉണ്ടാവില്ല, അപ്പോൾ 0 ആയി പോകും. ഇനി ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് സർഫസിൽ കാണണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിക്കുക. GM ഡിസ്റ്റൻസ് എത്ര വരിക സർഫസിലേക്ക്? 6 ആണെങ്കിൽ R². ഇനി അറ്റ് ഇൻസൈഡ്, ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് ഇൻസൈഡ്, സെന്ററിൽ മാത്രമല്ല, ഇത് ഫുള്ള് പൊള്ളയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഫുള്ള് കാലിയാണ്. അതുകൊണ്ട് ഉള്ളിൽ എന്തുണ്ടാവില്ല? ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന് പുറത്തുള്ള ഏത് പോയിന്റ് എടുക്കാം. ഇപ്പോൾ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു, അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തെങ്കിൽ അത് കാണുന്ന ഇക്വേഷൻ ആണ് GEM/x². ഈ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു നോക്കണം. ഇത്രയുള്ള പരിപാടി. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഫോർ എ ഹോളോസ്ഫിയറാണ്. ഹോളോസ്ഫിയറിന്റെ സെന്ററിൽ 0 ആണ്, ഉള്ളിൽ എവിടെ എടുത്താലും 0 ആണ്. സർഫസിലാണെങ്കിൽ GM/R². ഇനി ഡിസ്റ്റൻസ് പുറത്തേക്ക് എടുത്താൽ ആ ഡിസ്റ്റൻസ് എടുത്താൽ മതി, x². ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇതിന്റെ ഗ്രാഫും കൂടി പ്ലോട്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗ്രാഫും കൂടി നമ്മുടെ പ്ലോട്ട് ചെയ്ത് കാണിക്കാം. ഇവൻ നമുക്ക് ഇവിടെയൊക്കെ മാറ്റാം. എന്നിട്ട് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ട് ശ്രദ്ധിച്ചോ. ഗ്രാവിറ്റേഷൻ ഫീൽഡ് y ആക്സിസിൽ എടുക്കാം, ഡിസ്റ്റൻസ് x ആക്സിസിലും കണക്കാക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ ജനറലി x ആയിട്ട് കൊടുത്തു, ഇവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് y കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ്, ഈ പോയിന്റാണ് സർഫസിലുള്ള പോയിന്റ്. സർഫസിലാണ് നമ്മൾ എക്സിന് പകരം ക്യാപിറ്റൽ R ആയിട്ട് മാറുക. ഇതിൻ്റെ പുറത്തേക്കൊക്കെ 0 ആണ്, ഈ ഭാഗത്തൊന്നുമില്ല, ഇവിടെയൊക്കെ 0 ആണ്. ഓക്കെ, ഇത് ഇൻസൈഡ് പോർഷനാണ്. ഇൻസൈഡ് പോർഷൻ 0 ആയിട്ട് കിടക്കണം. എന്നിട്ട് സർഫസിൽ ഒരു വാല്യൂ ഉണ്ടാവും. പിന്നെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞ് പോകണം. ഇത്രയുള്ള ഗ്രാഫ്. നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡ്യൂ ടു സോളിഡ് സ്ഫിയർ. നമ്മളിപ്പോൾ എടുത്തത് ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് സോളിഡ് സ്ഫിയർ ആണ്. എന്താ സോളിഡ് സ്ഫിയറിന്റെ പ്രത്യേകത? ആ സ്ഫിയറിൽ കംപ്ലീറ്റ് എന്താ പറയുക, അതിൻ്റെ ആ കണ്ടന്റ് ഫില്ലിഡ് ആയിരിക്കും, കംപ്ലീറ്റ് ഫില്ലിംഗ് ഉണ്ടാവും. അപ്പം എനിക്ക് ഫില്ലിംഗ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ് ഇങ്ങനെ ഫില്ലിംഗ് ഉണ്ടാവും, നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പം അതിന് ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സോളിഡ് സ്ഫിയർ നമ്മൾ എടുത്തു. മറ്റേത് ഹോളായിരുന്നു, ഫുള്ള് പൊള്ളയായിരുന്നു. ഇപ്പം നമ്മൾ സോളിഡ് സ്ഫിയർ എടുത്തു. അപ്പോൾ ആ സ്ഫിയറിനൊരു റേഡിയസ് ഉണ്ട്. അപ്പോൾ ആ റേഡിയസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. സ്ഫിയറിനുണ്ടാവുന്ന റേഡിയസ് സെൻട്രൽ നിന്ന് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, ക്യാപിറ്റൽ R മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഉണ്ടാവുന്ന ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓക്കെ അറ്റ് സർഫസ്, ഇതിൻ്റെ സർഫസിൽ ഉണ്ടാവുന്നത് കാണാൻ ഇക്വേഷൻ സിമ്പിൾ ആണ്. GM/R² ചെയ്താൽ മതി, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഹോളോ എന്ത് സോളിഡ് എന്ത് ഒക്കെ സെയിം ആണ്. പക്ഷേ ഔട്ട്സൈഡിലേക്ക് പോകുമ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അറ്റ് ഔട്ട്സൈഡ് ആണെങ്കിൽ ആ ഔട്ട്സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ ഔട്ട്സൈഡ് ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ ഇതാണ് ഔട്ട്സൈഡ്. അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് കാണിച്ചാൽ മതി, അതാണ് എന്ത് x ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അടിക്കുക, GM/x². ഓക്കെ, GM/x². ഇനി ഇൻസൈഡ് ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് ഇൻസൈഡ് ആണെങ്കിൽ, ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഈ എക്സ് ഈ ഉള്ളിലുള്ള പോയിന്റ്, അപ്പം അങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ എക്സ് ആയിട്ട് വരിക കേട്ടോ. ഇൻസൈഡ് വരുമ്പോൾ അവിടെ 0 അല്ല, അവിടെ വാല്യൂ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക, GM/x².
ജി എം ബൈ ആർ സ്ക്വയറിന് പകരം ആർ ക്യൂബ് ആക്കുക, എന്നിട്ട് ഇൻറ്റു ആ എക്സും കൂടിയും ചെയ്ത് വെക്കുക. ലാസ്റ്റ് വൺ ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് സെൻറ്ററും അതേപോലെ ഇൻഫിനിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസിലുമാണെങ്കിൽ അതൊക്കെ 0 ആയിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതൊരു ഹോളോ സ്ഫിയർ ആണെങ്കിലും ഒരു സോളിഡ് സ്ഫിയർ ആണെങ്കിലും അതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. സോളിഡ് ആയതുകൊണ്ട് ഉള്ളിലും ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഹോളോ ആണെങ്കിൽ അത് ഫുള്ള് 0 ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയും ആയ സ്ഥിതിക്ക് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, 2 bodies of masses m 9m are placed, ഓർഡർ അല്ലേ, ഓർഡർ ഒന്നും അല്ല കേട്ടോ, ഇത് എന്ത് ഓർഡർ, are placed at a distance r ആണ്. The distance to a point on the line joining them from the mass m where the gravitation field 0 ആകുമ്പോൾ. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ പറയുക, ഒന്ന് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ജനറലി പഠിച്ചു വെക്കുക. ജി എം ബൈ ആർ സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ. ഇപ്പോൾ 2 മാസം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു മാസം ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, എം ആണ്. രണ്ടാമത്തെ മാസം കുറച്ച് വലിയ മാസം. ഓക്കെ, രണ്ടാമത്തെ മാസം കുറച്ച് വലിയ മാസം 9m ആണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഡിസ്റ്റൻസ് ഞാൻ ആയിട്ട് മാർക്ക് ചെയ്തു, ടോട്ടൽ ഡിസ്റ്റൻസ്. അവർക്കിടയിൽ ഏത് പോയിന്റിലാണ് ആലോചിച്ച് നോക്കണം, ഡിസ്റ്റൻസ് ടു എ പോയിന്റ് ഓൺ ദി ലൈൻ ജോയിനിങ് ദം ഫ്രം ദി മാസ് എം. ഈ മാസ് എമ്മിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് പോകുമ്പോഴാണ് അവിടെ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് 0 ആവുക എന്നാണ് ചോദ്യം. സോ നമ്മൾ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എക്സ് ഡിസ്റ്റൻസിലാണ് 0 എന്ന് സങ്കല്പിച്ചോ. ഏകദേശം ഈ പോയിന്റ്, അവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് 0. കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ടാവും, ടോട്ടൽ 6 ആണ്, ബാക്കി എക്സ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ എത്ര ആവണം, r - x ആവണം. സോ ഈ ഡിസ്റ്റൻസും കിട്ടി, r - x ആവണം. ഇവിടെ 0 ആവണമെങ്കിൽ ഈ മാസ് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റീവ്, ഈ മാസ് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ടുമാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവുക. സോ ബേസിക്കലി ഇവിടെ 0 ആവണമെങ്കിൽ ഇവനുണ്ടാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡും എന്താവണം, ഈക്വൽ ആവണം. സോ ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മാസ് എം ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മാസ് 9m. രണ്ടും ഈക്വൽ ആവണം. ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണാൻ ഇക്വേഷൻ ജി എം ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ജി എമ്മിന് പകരം അതിൻ്റെ മാസ് സ്മോൾ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ ഡിസ്റ്റൻസ്. സ്മോൾ എം എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, എക്സിൻ്റെ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു അപ്പുറത്ത് ജി ഇൻറ്റു 9m ആണ് ആ മാസ് ബൈ അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നിങ്ങോട്ട് ഡിസ്റ്റൻസ് r - x ആണ്. സോ r - x-ന് സ്ക്വയർ കൊടുക്കണം. വെട്ടാളൊക്കെ വെട്ടി മാറ്റുക. സോ ദാറ്റ് മീൻസ് എം ക്യാൻസൽ, ബാക്കി ഇവിടെ ഉണ്ടാവുക ജിയും ക്യാൻസൽ. ഓക്കെ, ഇനി ക്രോസ് അടിച്ചാൽ മതി. x² × 9 അടിക്കുക, അപ്പോൾ നമുക്ക് കിട്ടും 9x². നമ്മുടെ റെഡ് കളർ ഇവിടെ പോയി. 9x² ഈക്വൽ ടു 1 ഇൻറ്റു r - x², അതിനെ എക്സ്പാൻഡ് ചെയ്യുക. r² പ്ലസ് x² മൈനസ് 2xr ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു എന്താണ് 6 വരിക, അത് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. നമ്മൾ ഇതിന്റെ ഗ്രാഫ് പറഞ്ഞില്ലല്ലേ. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡ്യൂ ടു സോളിഡ് സ്ഫിയറിലെ ഗ്രാഫും കൂടെ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ആ ഗ്രാഫും കൂടെ ഒന്ന് വരക്കണേ. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ, ഇവിടെ 0,
വൈ ആക്സിസിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കാണിക്കുക, എക്സ് ആക്സിൽ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് തന്നെ കാണിക്കുക. സോ അറ്റ് സെൻറ്ററിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് 0 ആണ്. പിന്നെ സർഫസിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കൂടി വരും. പിന്നെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ കുറഞ്ഞ് പോവുക ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് സർഫസ് വരെ എത്തുമ്പോൾ കൂടണം. സോ അതിവിടെ കൂടുന്ന ട്രെൻഡിൽ കാണിക്കുക. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, പിന്നെ സർഫസ് നിന്ന് വീണ്ടും ഒരു ഡിസ്റ്റൻസിലേക്ക് പോകുന്ന സമയത്ത് കുറയുന്നു. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞ് വരുന്ന രീതിയിൽ ഇവിടെ കാണിക്കും കേട്ടോ. സോ ഇവിടെയാണ് അതിൻ്റെ മാക്സിമം കിട്ടുക. അത് അറ്റ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ആറിലാണ് മാക്സിമം കിട്ടുക കേട്ടോ. ഓക്കെ, മേ ബി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവാണേ. റിലേഷൻ ബിറ്റ്വീൻ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ശ്രദ്ധിച്ചു. ഗ്രാവിറ്റേഷൻ ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുക E.G ആണ്. പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുക ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്. പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുക ക്യാപിറ്റൽ V. സോ ഗ്രാവിറ്റേഷൻ ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ് ചോദ്യം. നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു -dV/dr. അവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് V ആണ് പൊട്ടൻഷ്യൽ ആയിരുന്നു. അതേ സെയിം ഇക്വേഷൻ ആണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് E.G ഈസ് ഈക്വൽ ടു -dV/dr. ഇത് പഠിച്ചാൽ മതി. ഇനി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വെക്ടർ ഫോമിൽ കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാ ആക്സിസും കാണിക്കുക -of dV/dx i ക്യാപ്പ് -dV/dy j ക്യാപ്പ് -dV/dz k ക്യാപ്പ്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താ? ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ് ശ്രദ്ധിച്ചോളണേ. ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ് ഞാൻ ഈ ഇക്വേഷൻ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോ. ഇവിടുന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ് എന്താണെന്നറിയോ? DV അല്ല, ഗ്രാവിറ്റേഷൻ ഫീൽഡ് E.G 0 ആയാൽ ആലോചിച്ച് നോക്കണേ. ഈ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വാല്യൂ എന്തിന് ഈക്വലായി? 0ക്ക് ഈക്വലായി. ദാറ്റ് മീൻസ് DV എന്താവണം? 0 ആവണം. DV 0 ആവണം. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ എന്താവണം? കോൺസ്റ്റന്റ് ആവണം. ഈ ഒരു കോൺസെപ്റ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ഇതും കൂടി പറയാം അല്ലേ. ഓർബിറ്റൽ വെലോസിറ്റിയും കൂടി പറയാം. അതിൻ്റെ ഇക്വേഷൻസ് ഞാൻ തരാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ, അത് ചെയ്യാം. നല്ലേ. സോ ലാസ്റ്റ് ടോപ്പിക് ഇതാക്കാം കേട്ടോ. സാറ്റലൈറ്റ് മോഷൻസ്. അതായത് എർത്തിന് ചുറ്റും നമ്മുടെ സാറ്റലൈറ്റ് കടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങുമ്പോൾ സാറ്റലൈറ്റിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഇപ്പോൾ ന്യൂമറിക്കൽ നമുക്ക് ചോദിക്കും. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം ഓർബിറ്റൽ വെലോസിറ്റി V0. ഓക്കെ, സ്മോൾ v എടുക്കുക. സ്മോൾ V0 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പഠിച്ചു വെക്കുക. √Gm/r+h ആണ്. ഓക്കെ, √Gm/r+h ആണ്. ഇഫ് h നെഗ്ലക്റ്റ്, നമ്മൾ ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ ആണ് √Gm/r അല്ലെങ്കിൽ √Gr പഠിച്ചു വെക്കുക. ഇനി √Gr വാല്യൂ, അടുത്ത പോയിന്റ്, √Gr വാല്യൂ 8 km/s. പെട്ടെന്ന് കാൽക്കുലേഷൻ വേണ്ടി നമ്മൾ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ 8000 m/s ആണ് അതിൻ്റെ വാല്യൂ കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ Gm/r വാല്യൂ കൂടി പഠിച്ചു വെച്ചോ. 64 × 10⁻⁶ ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, 10⁻⁶ ആണ് അതിൻ്റെ വാല്യൂ. സംഭവം ഒന്നുമില്ല മക്കളെ, ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ്. സാറ്റലൈറ്റിലേക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് സ്മോൾ r ആണ്. ദാറ്റ് മീൻസ് അതിൽ എർത്തിൻ്റെ റേഡിയസും ഉണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ ഇതിനൊരു വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. അത് കാണാൻ ഇക്വേഷൻ √Gm/r+h. അതിൽ h നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ Gm/r മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ √Gr എന്ന് നമ്മളതിനെ വിളിക്കും. √Gr വാല്യൂ പഠിച്ചു നോക്കുക. 8 km/s ആണ് എർത്തിൻ്റെ കേസിൽ, അല്ലെങ്കിൽ 8000 m/s ആണ്. അതേപോലെ Gm/r വാല്യൂ പഠിച്ചു നോക്കുക. 64 × 10⁻⁶ ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്വേഷൻസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ ഒരു ചോദ്യം,
ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചോദ്യമാണ്. ജസ്റ്റ് തുടങ്ങി തരും, ബാക്കി നിങ്ങൾ ചെയ്യട്ടോ. 2 satellites A and B go around a planet P in a circular orbit having radius 9r ഉണ്ട് and r respectively. അപ്പോൾ രണ്ട് പ്ലാനറ്റുകൾ ഉണ്ട്, രണ്ട് സാറ്റലൈറ്റ് ഉണ്ട്. സാറ്റലൈറ്റ് എ കറങ്ങുമ്പോഴുള്ള റേഡിയസ് ആണ് 9r, ബി കറങ്ങുമ്പോഴുള്ള റേഡിയസ് ആണ് r. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് സാറ്റലൈറ്റ് എയുടെ സാറ്റലൈറ്റ് സ്പീഡ് തന്നിട്ടുണ്ട്, വി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ ഓർബിറ്റൽ വെലോസിറ്റി ആണ് വി. അങ്ങനെയാണെങ്കിൽ സാറ്റലൈറ്റ് ബിയുടെ സ്പീഡ് എത്ര വരിക? അപ്പോൾ വി ബി ഇവിടെ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്നറിയോ? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √g(r) ആണ്. ഓക്കെ, അപ്പോൾ എയുടെ കേസിൽ ഓർബിറ്റൽ വെലോസിറ്റിക്ക് വി എന്ന പേര് കൊടുക്കുക. √g ഇൻറ്റു എത്രയാണ് r വന്നത്? 9r ആയിട്ട് വന്നിട്ടുണ്ട്, 9r ആയിട്ട് വന്നിട്ടുണ്ട്. ബിയുടെ കേസിൽ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ പേര് നമ്മൾ വി ബി തൽക്കാലം കൊടുക്കുക, കണ്ടുപിടിക്കണം. എന്ത് കൊടുക്കുക? g ഇൻറ്റു r എന്ന് കൊടുക്കുക. ഇതിൻ്റെ റേഷ്യോ എടുക്കുക. ബിയുടെ വെലോസിറ്റി വി ബി ബൈ എയുടെ വെലോസിറ്റി വി ആണ്. റേഷ്യോ എടുക്കുന്ന സമയത്ത് ബിയുടെ വെലോസിറ്റി √gr ആണ്, എയുടെ വെലോസിറ്റി √g(9r) ആണ്. അതിൽ നിന്ന് വെട്ടാളൊക്കെ വെട്ടി മാറ്റുക. √g, √r ഒക്കെ ക്യാൻസൽ ആക്കും. ബാക്കി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, ഇപ്പോൾ വന്നതെന്ന് ഞാൻ തന്നെ ചെയ്തു കേട്ടോ, ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക വിയുടെ ഓർബിറ്റൽ വെലോസിറ്റി ബൈ എയുടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 1/√9 ഇവിടെ ഉണ്ട്. സോ √9ൻ്റെ ആൻസർ ഇട്ടാൽ 3 എന്ന് കിട്ടും. ഓക്കെ, 3 എന്ന് കിട്ടും. √9ൻ്റെ ആൻസർ 3 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്തായി? ഇംപ്ലൈസ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു v/3 ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഉണ്ടോ? ഇല്ലെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓപ്ഷൻ്റെ ആൻസർ v/3 എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്ത് നന്നായി, അങ്ങനെ എററുള്ള കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. സോ ഇതോടുകൂടെ ഞാൻ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ടില്ല. നമുക്കിനി മിക്കവാറും ഒരു സെഷനും കൂടെ ഉണ്ടാവും കേട്ടോ. ഒരു സെഷനോട് കൂടിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കൺസെപ്റ്റ് ക്ലിയർ എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ +1 ബേസിലുള്ള ക്ലാസ്സുകൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഇക്വേഷൻസ് പഠിക്കേണ്ടത്. നമ്മൾ വല്ലാണ്ട് കൺസെപ്റ്റുകൾ എന്താണെന്ന് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. നമുക്ക് വേണ്ട ഇക്വേഷൻസ് വേണം, പിന്നെ മോഡലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പോരുക. ഓക്കെ, സോ താങ്ക് യു. ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.